സൺ നെക്സ്റ്റ് ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അഭി ആരുടെ മകനാണെന്നറിയാവുന്ന ഒരേ ഒരാൾ മദർ മാത്രമാണ്. ബർത്ത്ഡേക്ക് മദർ തന്നെ ആ ഡോക്യുമെന്റ്സ് അഭിക്ക് കൊടുക്കണം. അത് കൈമാറേണ്ടത് സുഹാസിനിയാണ്. ഒരിക്കലുമല്ല. അവന്റെ സ്വത്തുക്കൾ കൈമാറാനുള്ള യോഗ്യത മദറിന് തന്നെയാ. അത് അവന്റെ കയ്യിൽ എത്തിക്കഴിയുന്നതോടെ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഉത്തരവാദിത്തം നിറവേറ്റിക്കഴിയും. എല്ലാം ശരി. സ്വത്ത് മാത്രം കൈമാറിയ മതിയോ? അഭി സുഹാസിനിയുടെ അനിയത്തി സുനന്ദയുടെ മകനാണെന്നുകൂടി വെളിപ്പെടുത്തണ്ടേ? അവൻ എന്റെ അനിയത്തിയുടെ മകനാണെന്ന് ആരും തന്നെ ഇപ്പൊ അറിയാൻ പാടില്ല. അതറിയുന്നതോടെ പല ചോദ്യങ്ങളും ഉയരും. അതോടെ നമ്മളെല്ലാ സത്യങ്ങളും പറയേണ്ടി വരും. അങ്ങനെ പറയേണ്ടി വന്നാൽ പിന്നെ ഈ കുടുംബത്തിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കുകയെന്ന് പറയാൻ പറ്റില്ല മദർ. അബി സുഹാസിനി ആന്റിയുടെ മകനല്ലേ? അഭിയും ഞാനും ഒരമ്മ പ്രസവിച്ചതാണെങ്കിലും ഞങ്ങള് രണ്ട് സ്വഭാവക്കാര്. കുട്ടിക്കാലത്തെ കുസൃതി തരത്തിന് ഒട്ടും കുറവില്ലായിരുന്നു. പക്ഷെ എന്തൊക്കെ കുരുത്തക്കേട് കാണിച്ചാലും എല്ലാവരോടും അവന് വലിയ സ്നേഹമാ. അത് തന്നെയാ അഞ്ജലിയോട് അവൻ കാണിക്കുന്നത്. അബി ആന്റിയുടെ മകനല്ലെന്ന് ആദ്യേട്ടനും അറിയില്ല. തൽക്കാലം അതറിയണ്ട. ഞാൻ പലതരത്തിൽ അഞ്ജലിയോട് പറഞ്ഞു നോക്കി മോനെ. അവൾ അനുസരിക്കുന്നേ ഇല്ല. അവൾക്ക് ഒരു രീതിയിലും അഭിയുമായി ചേർന്ന് പോകാൻ പറ്റില്ലെന്ന് അവള് പറയുന്നത്. ഇനിയിപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? എനിക്കറിയില്ല. ഇനിയെല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം. ഇനി നിങ്ങൾ രണ്ടുപേരും കൂടി ഒന്ന് ശ്രമിച്ചു നോക്ക്. എന്തായാലും അമ്മ ടെൻഷൻ ആവണ്ട. നമുക്ക് എന്തെങ്കിലും വഴി നോക്കാം. എങ്കിൽ നിങ്ങൾ സംസാരിക്കാം. ഇനിയിപ്പൊ എങ്ങനെ അവരെ തമ്മിൽ യോജിപ്പിക്കാൻ പറ്റുക? ഇനി അഞ്ജലിയുടെ മനസ്സ് മാറ്റാൻ കഴിയുന്ന ഒരാളുണ്ട്. ആര്? ലിറ്റിൽ ഫ്ലവർ കോൺവെന്റിലെ മദർ സുപ്പീരിയർ സിസ്റ്റർ മാരിയറ്റ്. അമ്മയുമായി വലിയ അടുപ്പത്തിലവര്. എന്റെ അഭിയുടെ എല്ലാ ബർത്ത്ഡേക്കും മദർ ഇവിടെ വരാറുണ്ട്. മദർ അഞ്ജലിക്കൊരു കൗൺസിലിംഗ് കൊടുത്ത ഉറപ്പായിട്ടും അഞ്ജലിയുടെ മനസ്സ് മാറും. ആദ്യേട്ടൻ പറയുന്ന മദറിനെ ഞാൻ കണ്ടിട്ടുണ്ട്. എവിടെ വെച്ച്? ഇവിടുന്ന്. ഇന്ന് ആന്റിയെ കാണാൻ അവര് വന്നിരുന്നു ഇവിടെ. ആണോ? ആദ്യേട്ടൻ പറയുന്നത് പോലെ ആന്റിയും മദറും തമ്മിൽ ചെറിയൊരു ബന്ധമൊന്നും അല്ല. ആന്റിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരിയാ മദർ. അത് ശരിയാ. അമ്മ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ആ മദറിന്റെ അടുത്തേക്കാ പോവാ. അഞ്ജുവിനെയും കൂട്ടി നമുക്ക് മദറിനെ കാണാൻ കോൺവെന്റിലേക്ക് പോയാലോ? പോവാം. പക്ഷേ അമ്മ അറിയരുത്. അഞ്ജുവിനോടും എങ്ങോട്ടാ പോകുന്നെന്ന് പറയണ്ട. ഇത് സക്സസ് ആവും. അപ്പോ നമ്മൾ തീരുമാനിച്ചു. ഓക്കെ. സുഹാസിനി ആന്റിക്ക് കോൺവെന്റുമായിട്ട് ഇത്ര അറ്റാച്ച്മെന്റ് ഉണ്ടാവാൻ എന്താ കാരണം? എനിക്ക് ഓർമ്മ വെച്ച നാള് മുതല് മദർ മാരിയറ്റ് അമ്മയുടെ ഫ്രണ്ട്. അമ്മ അങ്ങനെയാ. ചിലരെ ഇഷ്ടപ്പെട്ട പറിച്ചെറിഞ്ഞാലും പോവില്ല. എത്ര നാള് കാണുമെന്നറിയില്ല. ആദ്യേട്ടനും ഞാനും ചേർന്ന്
അമ്മ കബളിപ്പിക്കുമായിരുന്നു എന്ന് തിരിച്ചറിയുമ്പോ പിന്നെ ഏറ്റവും കൂടുതൽ വെറുപ്പ് എന്നോടായിരിക്കും. വാ. കൂടിപ്പോയ 1 വർഷം. അതിൽ കൂടുതൽ നമുക്ക് ഈ ഡ്രാമ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. എവിടെന്നാ? മദർ മാരിയറ്റിനെ കാണാൻ വന്നതാ. ആരാണെന്ന് പറയണം? സിസ്റ്ററിന്റെ ഫ്രണ്ട് സുഹാസിനിയുടെ മോനും വൈഫാണെന്ന് പറഞ്ഞാൽ മതി. സുഹാസിനി മേഡത്തിന്റെ മകനാണോ? അഭിജിത്തോ ആദർശോ? ആദർശ്, ഇത് കാവ്യ. സുഹാസിനി മേഡം ഇവിടെ ഇടയ്ക്ക് വരാറുണ്ട്. അങ്ങനെ നിങ്ങളെക്കുറിച്ച് എല്ലാം അറിയാം. മദർ പ്രാർത്ഥനയില്ല. ഇവിടെ ഇരുന്നോളൂ, ഞാൻ വിളിക്കാം. കാവ്യ ഇരിക്കെ. മദറിനെ കാണാൻ സുഹാസിനി മേഡത്തിന്റെ മകനും ഭാര്യയും വന്നിട്ടുണ്ട്. അഭിക്ക് 2-3 വയസ്സുള്ളപ്പോ മുതൽ സുഹാസിനെ എനിക്കറിയാം. നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ കാര്യങ്ങളും എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അഭിയും അഞ്ജലിയും തമ്മിൽ ഇത്തരത്തിലൊരു പൊരുത്തക്കേടുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. അറിഞ്ഞിരുന്നെങ്കിൽ കഴിഞ്ഞ ദിവസം ഞാനിവിടെ വന്നപ്പോ സംസാരിക്കുമായിരുന്നു. ഞങ്ങളിപ്പോ മദറിനെ കാണാൻ വന്ന കാര്യമൊന്നും ആന്റിയോട് പറഞ്ഞിട്ടില്ല. ഞാനായിട്ട് പറയില്ല. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അഭിയുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിക്കേണ്ടി വന്ന ഷോക്കിൽ നിന്ന് അഞ്ജലി ഇതുവരെ മാറിയിട്ടില്ല. അഭിക്ക് അവളോട് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അഞ്ജലി അവനെ ഒരു രീതിയിലും അംഗീകരിക്കാൻ തയ്യാറല്ല. വിവാഹം കൊണ്ട് അവക്കേറ്റ മുറിവ് അത്രയ്ക്ക് ആഴത്തിലുള്ളതായിരിക്കും. അവനെ സ്നേഹിക്കാതിരിക്കാൻ അവള് ബോധപൂർവ്വം ശ്രമിക്കുകയാണ്. നേരത്തെ അവൾ എല്ലാ കാര്യങ്ങളും എന്നോട് പങ്കുവയ്ക്കുമായിരുന്നു. പക്ഷെ ഇപ്പോ അവളെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എല്ലാവർക്കും എല്ലാവരെയും മനസ്സിലാക്കാനുള്ള മാന്ത്രിക വിദ്യ അറിയാമായിരുന്നെങ്കിൽ ഇപ്പോഴുള്ള ഒരു സ്നേഹബന്ധവും നിലനിൽക്കില്ലായിരുന്നു. ഒരാളുടെ സ്നേഹം നേടുക എന്നതൊരു യജ്ഞമാണ്. അതിലുപരി അപരിലേക്കുള്ള തീർത്ഥാടനമാണ്. അതിപ്പോ വൺ വേ ആണ്. മദറാവുമ്പോ ക്ലാസ് എടുത്തും കൗൺസിലിംഗ് നടത്തിയൊക്കെ എത്രയോ പ്രശ്നങ്ങൾ സോൾവ് ആക്കിയിട്ടുണ്ട്. അതുപോലെ ഈ വിഷയവും എങ്ങനെയെങ്കിലും ഒന്ന് പരിഹരിച്ചു തരണം. ബ്രേക്ക് ഡൗൺ ആയ ഒരു കാർ ഒരാൾ മുന്നോട്ടും മറ്റേയാൾ പിന്നോട്ടും തള്ളിയാൽ എങ്ങനെയാണ് ആ വാഹനം മുന്നോട്ട് നീങ്ങുന്നത്? അഭിയുടെ സൽഗുണങ്ങൾ, സത്യസന്ധത ഇവയെല്ലാം മനസ്സിലാക്കാൻ അഞ്ജലിക്ക് കുറച്ചുകൂടി സമയം കൊടുക്കണം. അതിനുള്ള സമയമില്ല മദർ. അഭിയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിഞ്ഞാൽ ഉടനെ തന്നെ അവള് വിവാഹബന്ധം ഉപേക്ഷിച്ചു പോവും. സത്യമാണ്. ഇക്കാര്യം അഞ്ജു എന്നോട് തറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞു. അവര് പിരിഞ്ഞാ പിന്നെ ആര് ശ്രമിച്ചാലും പിന്നെ ഒന്നിപ്പിക്കാൻ കഴിയില്ല. ദൈവം കൂട്ടിയോജിപ്പിച്ച പവിത്രമായ വിവാഹബന്ധം ഭാര്യയും ഭർത്താവുമായവർ വേർപിരിയുന്നത് സങ്കടകരമാണ്. എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് ശ്രമിക്കാം. അഞ്ജലിയുടെ മൊബൈൽ നമ്പർ എനിക്ക് തരൂ. ഞാൻ ആ കുട്ടിയോട് സംസാരിക്കാം. അത് വേണ്ട മദർ. ഞാൻ അഞ്ജുവിനെയും കൂട്ടി ഇങ്ങോട്ട് വരാം. നേരിട്ട് സംസാരിക്കുന്നതാ നല്ലത്. UK-യിലുള്ള ഒരു ഇന്റർനാഷണൽ കമ്പനിയായിട്ട് പുതിയ എന്തോ ഒരു ബിസിനസ് ഡീൽ ഉറപ്പിക്കുന്നുണ്ട്. അതിനുള്ള ചില പേപ്പേഴ്സ് സെറ്റ് ചെയ്യാൻ ആദ്യമായിട്ട്. ശല്യപ്പെടുത്തണ്ടെന്ന് കരുതി. എന്നാ എന്നെ ശല്യപ്പെടുത്താന്ന് കരുതിയല്ലേ? അയ്യോ, രാധികാന്റിക്ക് ഉറങ്ങേണ്ട സമയമെങ്കിൽ ഉറങ്ങിക്കോ. ഞാൻ വെറുതെ പറഞ്ഞല്ലേ. നിങ്ങളുമായി സംസാരിച്ചിരിക്കുന്നതാ എന്റെ സന്തോഷം. മോളിരിക്കെ.
ആന്റി, സുഹാസിനി ആന്റിക്ക് ഒരു അനിയത്തി ഉണ്ടായിരുന്നു. കാവ്യയുടെ ഇതാരാ പറഞ്ഞ്? ഈ റുക്കു അമ്മ എപ്പോഴോ പറയുന്ന പോലെ കേട്ടിരുന്നു. മോള് ചോദിച്ചത് ശരിയാ, ഉണ്ട്. സുഹാസിനി ചേച്ചിയുടെ ഒരേ ഒരു കൂടപ്പിറപ്പ് സുനന്ദ. ശങ്കരേട്ടന്റെയും സുഹാസിനി ചേച്ചിയുടെയും വിവാഹം നടക്കുമ്പോ സുനന്ദ ചെന്നൈയിൽ പഠിക്കുക. ഞങ്ങൾ ഏതാണ്ട് ഒരേ പ്രായക്കാരായിരുന്നു. സുഹാസിനി ചേച്ചിയുടെ അച്ഛൻ UK ബിസിനസ് നടത്തുമായിരുന്നു. ആദ്യം പ്രസവിച്ച് 3 മാസം കഴിഞ്ഞ് സുഹാസിനി ചേച്ചി UK തിരിച്ചുപോയി. അപ്പോ അങ്കിളോ? കുറച്ചുനാള് UK ലണ്ടനിൽ വെച്ചാ അഭി ജനിക്കുന്നത്. അവനെയും കൊണ്ട് സുഹാസിനി ചേച്ചി വീണ്ടും ഇവിടേക്ക് വന്നു. ഈ സുനന്ദ ഇപ്പൊ എവിടെയാ? പഠിക്കുന്ന സമയത്ത് ആരുമായോ പ്രണയത്തിലായി അവൾ ഗർഭിണിയായി അവന്റെ കൂടെ ഒളിച്ചോടിയെന്ന് അറിഞ്ഞത്. ഒരുപാട് അന്വേഷിച്ചു. ഒടുവിൽ ആലപ്പുഴ പോലീസ് സ്റ്റേഷനിലെ പരാതിപ്പെട്ടിയിൽ നിന്ന് സുനന്ദയുടെ ആത്മഹത്യക്കുറിപ്പ് കിട്ടി. എങ്ങനെയാ മരിച്ചതെന്നോ എവിടെ വെച്ചാണ് മരിച്ചതെന്നോ ഇതുവരെ അറിയാൻ കഴിഞ്ഞിട്ടില്ല. സുനന്ദയുടെ മരണവാർത്ത അറിഞ്ഞ് അധികം വൈകും മുമ്പേ എല്ലാം സുഹാസിനി ചേച്ചിയെ ഏൽപ്പിച്ചിട്ട് അവരുടെ അച്ഛനും മരിച്ചു. സുഹാസിനി ആന്റിയുടെ ലൈഫിൽ ഇങ്ങനെ ഒരു ട്രാജഡി ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. പുറത്തറിയാത്ത ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും നിറഞ്ഞതാണ് പലരുടെയും ജീവിതം. എന്നാ ആന്റി കിടന്നോ? സാരമില്ല, നമുക്ക് കുറച്ചു നേരം കൂടി വർത്താനം പറയാം. ആദ്യേട്ടന്റെ വർക്ക് കഴിഞ്ഞു കാണും. ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. തീർന്നില്ലെങ്കിൽ ഞാൻ തിരിച്ചു വരാം ആന്റി. അപ്പൊ ഇവിടെ ആർക്കും അഭി സുനന്ദയുടെ മകനാണെന്ന് അറിയില്ല. ഇതിപ്പോ അഞ്ജുവിനോട് പറഞ്ഞ ശരിയാവില്ല. അഭി അഞ്ജു തമ്മിൽ സെറ്റായി കഴിഞ്ഞ ഈ രഹസ്യം അവളോട് പറയാം. നീ എന്താ കാവ്യ ഇവിടെ നിന്ന് പെറുപിറുക്കുന്നേ? അല്ല, റൂമിൽ ചെന്ന് നോക്കിയപ്പോ നിന്നെ കണ്ടില്ല. രാധികാന്റിയുടെ അടുത്തുണ്ടോന്ന് നോക്കാൻ വന്നതാ. ഇതെന്താ? ചൂടുവെള്ളം. അഭിക്ക് കുടിക്കാനായിരിക്കും അല്ലേ? അയ്യടാ, ഇത് എനിക്ക് കുടിക്കാണ്. അല്ല, നീ എന്തിനാ എന്നെ അന്വേഷിച്ചേ? നമ്മള് രണ്ടുപേരും കൂടി നാളെ ഒരു സ്ഥലം വരെ പോന്നു. എവിടെ? അതൊക്കെ സസ്പെൻസാ. വേറൊരാളായിട്ടായിരിക്കും നീ തിരിച്ചു വരുന്നത്. ആരായിട്ടാ? നീ ഇങ്ങനെ നോക്കണ്ട. നീ എന്റെ കൂടെ വന്നാ മാത്രം മതി. ബാക്കി അവിടെ ചെന്നിട്ട് പറയാം. ഓക്കെ മൈ ബോയ്, ഗുഡ് നൈറ്റ്. ഞാൻ വെയിറ്റ് ചെയ്യുന്നില്ല. ഇവിടെ നിന്ന് ഇറങ്ങാറാവുമ്പോ എന്നെ വിളിച്ചാ മതി. നമ്മൾ എന്തിനാ ഇവിടെ വന്നേ? അതൊക്കെ കാവ്യ പറയും. എന്നിട്ട് ഇവിടുത്തെ മദർ സുപ്പീരിയറുമായി കുറച്ചേരം സംസാരിക്കുക. അതിനുശേഷം ഒരു തീരുമാനം എടുക്കാം. ഓക്കെ, ഞാൻ പോയിട്ട് വരാം. ഓക്കെ. കാവ്യ, ഞാൻ എന്തിനാ ഇവിടുത്തെ മദറുമായിട്ട് സംസാരിക്കുന്നേ? നീയും അഭിയായിട്ടുള്ള വിഷയം തന്നെ. ഞങ്ങൾ ഈ കാര്യം ഇവിടുത്തെ മദറിനോട് സംസാരിച്ചിട്ടുണ്ട്. നിനക്ക് പറയാനുള്ളത് കൂടി പറയണം. കാവ്യ, എനിക്ക് ആരോടും ഒന്നും പറയാനില്ല. നീ വന്നേ, നമുക്ക് പോവാം. അഞ്ജു, നീ ഇവിടേക്ക് വന്നതാണെങ്കിൽ മദറിനെ കണ്ടിട്ടേ പോവും. നിന്നോട് മാത്രമായിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞതുകൊണ്ടാ നിന്നെ കൂട്ടിക്കൊണ്ടു വന്നത്. ഇത് നീ നേരത്തെ പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു. അതറിയാവുന്നതുകൊണ്ടാ ഒരു സൂചന പോലും തരാതിരുന്നെ. എന്റെ അഞ്ജു, നിനക്ക് ചിലപ്പോ എന്നോട് പോലും പറയാൻ പറ്റാത്ത ചില കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ കാണും. അങ്ങനെ മനസ്സ് തുറക്കാൻ പറ്റിയ ഒരാളാ ഇവിടുത്തെ മദറെന്ന് മാത്രം കരുതിയാ മതി. നീ വാ വാ അഞ്ജു. കാവ്യ,
ഹലോ ഷംനാഥ്. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. ആ ഷംനാഥ്, ഞാൻ ഓഫീസിലെത്താൻ ലേറ്റ് ആവും കേട്ടോ. മാഡം ചെക്ക് സൈൻ ചെയ്യാനുണ്ടായിരുന്നു. മാഡം തിരക്കിലാണെങ്കിൽ ഞാൻ കമ്പനിയിലോട്ട് വരാം. വേണ്ട, ഞാൻ അവിടെ ഉണ്ടാവില്ല. കോൺവെന്റിലെ മദറിനെ കാണാൻ ഇറങ്ങിയതാ. അഭിയുടെ ബർത്ത്ഡേക്ക് അവരെ ക്ഷണിക്കണം. അത് കഴിഞ്ഞ് ഞാൻ ഓഫീസിലെത്തും. പോരെ? മതി മാഡം. അഭിലാഷ് മാഡം, നമുക്ക് ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് വരെ ഒന്ന് പോകണം. ശരി മാഡം. അഭിയുടെ ക്യാരക്ടർ എന്താണെന്നും അവന്റെ ഗുണദോഷങ്ങളെക്കുറിച്ചും ഒക്കെ ഞാൻ പറഞ്ഞു. എന്റെ കൂട്ടുകാരിയെ വിവാഹം കഴിക്കാനിരുന്നവൻ എന്നെ കണ്ടതോടെ തീരുമാനം മാറ്റി. കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ ഈ പെണ്ണിനെ മതിയെന്ന് പറയണമെങ്കിൽ അവന്റെ ക്യാരക്ടർ എന്തായിരിക്കണം? ഓക്കെ, അതൊക്കെ എനിക്ക് മനസ്സിലാവും. വിവാഹത്തിന് ശേഷം മറ്റ് സ്ത്രീകളോട് ഇഷ്ടം തോന്നുന്ന ഭർത്താക്കന്മാരില്ലേ, തിരിച്ച് സ്ത്രീകളും. അത് വെച്ച് നോക്കുമ്പോ നിങ്ങൾക്കിടയിൽ ചില ആശയക്കുഴപ്പങ്ങൾ മാത്രമേ ഉള്ളൂ. അവൻ ആഗ്രഹിക്കുന്ന ഒരു ഭാര്യയാവാൻ എനിക്കോ എന്റെ മനസ്സിലുള്ള ഒരു ഭർത്താവാൻ അഭിക്കോ ഈ ജന്മം കഴിയില്ല. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അഭിയുമായി ഒത്തുപോകാൻ കഴിയില്ല എന്ന തീരുമാനമാണെങ്കിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം പറയാം. അഞ്ജലി അഭിയെ ഉപേക്ഷിച്ചു പോയാ പിന്നെ അറിയുന്നത് അവന്റെ മരണവാർത്തയായിരിക്കും. പിന്നെ മറ്റാരും അറിയില്ലെന്ന് ഞാൻ സുഹാസിനിക്ക് ഉറപ്പ് കൊടുത്ത ആ സത്യം ഇപ്പൊ പറയണമെന്ന് തോന്നുന്നു. നിങ്ങൾ തമ്മിലുള്ള വിവാഹബന്ധം തകർന്നു പോവാതിരിക്കാൻ വേണ്ടി. അതെ, അഭി സുഹാസിനിയുടെ മകനല്ല. അവന്റെ വളർത്തമ്മ മാത്രമാണ് സുഹാസിനി. സുഹാസിനിയുടെ അനിയത്തി സുനന്ദയുടെ മകനാണ് അഭി. എനിക്കിപ്പോ ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു, അവൻ സുഹാസിനിയുടെ മകൻ തന്നെയാണെന്ന്. ഇനി അറിയേണ്ടത് അവന്റെ അച്ഛൻ ആരാണെന്നാണ്. ചേർത്തലയിലെ ബത്ലേഹേം എന്ന ഓർഫനേജില് അഭിയെ സുനന്ദ പ്രസവിക്കുന്നത്. ഞാനിന്ന് ആ സ്ഥാപനത്തിന്റെ ഇൻചാർജായിരുന്നു. 1 മാസത്തോളം സുനന്ദ കുഞ്ഞിനോടൊപ്പം അവിടെ മറ്റാരും അറിയാതെ കഴിഞ്ഞു. അവളൊരു കോടീശ്വര പുത്രിയാണെന്ന് ഞാൻ ഇപ്പോഴാ അറിയുന്നത്. അന്ന് UK-യിലായിരുന്ന സുഹാസിനിയുടെ അഡ്രസ്സ് തന്നതും സുനന്ദയാണ്. പക്ഷേ സുഹാസിനി എത്തും മുമ്പ് സുനന്ദയെ കാണാതായി. അവൾ ആത്മഹത്യ ചെയ്തെന്ന് പിന്നീട് വാർത്ത വന്നു. മറ്റാരും അറിയാതെ സുഹാസിനി വന്ന് അഭിയെ ഏറ്റെടുത്തു. അന്നു മുതൽ അഭി അവരുടെ മകനാണ്. ഈ സുനന്ദ എങ്ങനെയാ ഇത്തരത്തിലുള്ള അവസ്ഥയിലെത്തിയത്? അതൊരു ചതിയുടെയും കീഴ്പ്പെടുത്തലിന്റെയും കഥ കൂടിയാണ്. ഇത്രയൊക്കെ അറിയാവുന്ന മദറിന് സുനന്ദയ്ക്ക് ജനിച്ച അഭിയുടെ അച്ഛൻ ആരാണെന്നും അറിയില്ലേ? സുനന്ദ അത് പറയാതിരിക്കില്ല. ലോകത്താരെങ്കിലും അയാൾ ആരാണെന്ന് അറിഞ്ഞിരിക്കണമെന്ന് ആ സ്ത്രീ ആഗ്രഹിച്ചിട്ടുണ്ടാവും. അതുകൂടി പറയണം. ആരാണ് മദർ അഭിയുടെ അച്ഛൻ? ശങ്കർ. സുഹാസിനിയുടെ ഹസ്ബൻഡ്, ആദർശിന്റെ അച്ഛൻ ശങ്കർ. അയാൾ അഭിയുടെ അച്ഛനാണ്. പക്ഷേ ശങ്കറിനറിയില്ല അഭി സുനന്ദയിൽ തനിക്കുണ്ടായ കുഞ്ഞാണെന്ന്. സുനന്ദയുമായിട്ടുള്ള ബന്ധത്തിൽ അവള് ഗർഭിണിയായ കാര്യമോ അതിൽ കുഞ്ഞ് ജനിച്ചതോ അവനെയാണ് സുഹാസിനി മകനായി വളർത്തുന്നതെന്നോ ശങ്കറിനറിയില്ല. എവിടുന്നോ സുഹാസിനി ദത്തെടുത്തൊരു കുട്ടി, അതാണ് ശങ്കറിനെ സംബന്ധിച്ചിടത്തോളം അഭി. ആ അനാഥച്ചക്കന് സുഹാസിനി ഭൂരിഭാഗം വരുന്ന സ്വത്തുക്കളും കൈമാറിയ അയാൾക്ക് സഹിക്കാൻ പറ്റൂ? അത് അവന് കിട്ടാതിരിക്കാൻ വേണ്ടി അയാൾ ഏതു മാർഗവും സ്വീകരിക്കും. നീ അവനെ ഉപേക്ഷിച്ചു പോയാ
അയാൾക്ക് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാവും. നീ പോയതിന്റെ നിരാശയിൽ അഭി ആത്മഹത്യ ചെയ്തു എന്ന കഥയുണ്ടാക്കാൻ ശങ്കറിന് ബുദ്ധിമുട്ടേണ്ടി വരില്ല. സ്വന്തം അച്ഛന്റെ കൈകൊണ്ട് മകനെ ഇല്ലാതാവണോ? അവനെ കൊലയ്ക്ക് കൊടുക്കണോ? മോളെ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൂടെ നിന്ന് അവനെ രക്ഷിക്കാൻ നിനക്ക് മാത്രമേ കഴിയൂ. അല്ലെങ്കിൽ അഭിയുടെ മരണത്തിന് ഉത്തരവാദി നീയായിരിക്കും. ഇരുന്ന് ബോറായല്ലേ? അവര് സംസാരിക്കുമ്പോ എന്റെ പ്രസൻസ് വേണ്ടാന്ന് കരുതിയിട്ട്. ആ, സുഹാസിനി മാഡത്തിന്റെ കാറാണല്ലോ അത്. എന്റെ ഈശ്വര, ഇപ്പൊ പിടിവീഴും. എന്നെ അഞ്ജലി ഇവിടെ വെച്ച് കണ്ട് അതോടെ തീർന്നു. മദറും അഞ്ജലി എവിടെയാ നിൽക്കുന്നത്? പുറകിലെ ഗാർഡനിലുണ്ട്. അവരുടെ അടുത്തേക്ക് പോകാൻ വേറെ വഴിയുണ്ടോ? അകത്തെ കിച്ചൺ വഴി പോവാം. ആ, പിന്നെ ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന കാര്യം ഒരു കാരണവശാലും ആന്റി അടുത്ത് പറയരുത്. അറിഞ്ഞോ വലിയ കുടുംബ പ്രശ്നം. ശരി. പറയല്ലേ? ഞാൻ ഓഫീസിലേക്ക് പോകുമ്പോഴേ ഇവിടെ ഒന്ന് കയറിയതാ. സിസ്റ്റർ മാരിയറ്റിനെയും നിങ്ങളെയും ഒക്കെ ഒരു ഫംഗ്ഷന് ക്ഷണിക്കാൻ. അകത്തേക്ക് വരൂ മാഡം. വരാം. ഇതെവിടെയോ കണ്ട് നല്ല പരിചയമുണ്ടല്ലോ. ഞാൻ മദറിനെ വിളിക്കാം. അകത്തേക്ക് കയറിയിരുന്നോളൂ. അഭി എനിക്ക് മോനെ പോലെയാ. അവനൊന്നും സംഭവിക്കാതിരിക്കാൻ നീ കൂടെ വേണമെന്നാ ഞാൻ പറയുന്നേ. അതുകൊണ്ട് മാത്രമാ ഈ രഹസ്യം നിന്നോട് ഞാൻ പറഞ്ഞതും. ഇത് നിന്നിൽ നിന്ന് പുറത്തു പോവരുത്. അഞ്ജു, ആകെ കുഴപ്പമായി. സുഹാസിനി ആന്റി വന്നിട്ടുണ്ട്. നമ്മൾ ഇവിടെ ഉണ്ടെന്ന് ആന്റി അറിഞ്ഞോ? എന്നെ കണ്ടിട്ടില്ല. എന്ത് ചെയ്യും മദറെ? ആന്റി ഞങ്ങളെ കണ്ട. മദർ, സുഹാസിനി മാഡം വന്നിട്ടുണ്ട്. ഇവരിവിടെ ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ലല്ലോ? ഇല്ല. നിങ്ങൾ ഇവിടെ തന്നെ നിന്നോളൂ. സുഹാസിനി പോയിട്ട് ഇറങ്ങിയാ മതി. ഓക്കെ.